നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും കണ്ണുകളെ അടച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ കർത്താവിൻ സ്ഥലം ഓപ്പൺ ചെയ്താട്ടെ. നാവുകൾ ചലിച്ചു തുടങ്ങട്ടെ. എല്ലാവരുടെയും നാവുകൾ ചലിച്ചു തുടങ്ങട്ടെ. ആരും ഇവിടെ മൗനമായി ഇരിക്കരുത്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നിന്റെ വിടുതലിന്റെ പ്രാർത്ഥനയാ. നിന്നെ തൊടുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ കരം ചലിപ്പിക്കുന്ന പ്രാർത്ഥനയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, നിലം ശരിയാകാതെ വിത്ത് വിതയ്ക്കാൻ കഴിയുകയില്ല. നിലം ക്രമീകരിക്കപ്പെടാതെ വിത്ത് വിത നടക്കത്തില്ല. നിലം ക്രമീകരിക്കപ്പെടാതെ ഫലമുണ്ടാകത്തില്ല. ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട്, കർത്താവേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. എന്നെ പിടിപിടിച്ചിരിക്കുന്ന പാപ സ്വഭാവങ്ങൾ കർത്താവേ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ദൈവത്തോട് വാ തുറന്ന് പറഞ്ഞാട്ട്, ആരും വാ മുട്ടിയിരിക്കേണ്ട. കുഞ്ഞുങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ പാപ സ്വഭാവങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഓ, താങ്ക് യു ജീസസ്. എല്ലാവരും പറഞ്ഞാട്ട്, ആരും വാമൂട്ടിയിരിക്കരുത്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമോ? വചനം തീ പോലെ നിന്റെ ശരീരത്തേക്ക് കയറണമോ? അത് ഓപ്പറേഷൻ നടത്തണമോ? ക്രമീകരണം കൂടാതെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. വ്യവസ്ഥ പ്രകാരം മാത്രമേ ദൈവത്തിന്റെ കരം ചലിക്കത്തുള്ളൂ. In the name of Jesus. വ്യവസ്ഥ വിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. ഏൽപ്പിച്ചു കൊടുക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഓ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായി, ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്ന തടസ്സമായി, വിടുതലിന് തടസ്സമായി, ഓ ദുഷ്ട പിശാച് എടുത്തു വെച്ച് ഡിഫൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപ സ്വഭാവങ്ങളെ പറഞ്ഞുപേക്ഷിക്കേ. ഓ, പറ, ദൈവത്തോട് പറ, ഞാൻ യേശുവിന്റെ എന്ന് പറ. ഞാൻ യേശുവിന്റെ എന്ന് പറ. ഞാൻ യേശുവിന്റെ വകയാന്ന് പറ. ഞാൻ യേശുവിന്റെ പൈതല. എന്റെ മേൽ മുഴുവൻ അധികാരവും അവകാശവും യേശുവിന് മാത്രമെന്ന് വാതുറന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. എന്റെ മേൽ മുഴുവൻ അധികാരവും അവകാശവും യേശുവിന് മാത്രം. ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒരു വൃക്ഷത്തിന്റെ ശിഖരം വെട്ടിക്കളഞ്ഞാൽ അത് വീണ്ടും പൊട്ടിക്കിളിർക്കും. സ്തോത്രം. പിശാച് കൊണ്ട് ഒരു ചെറിയ വിത്തിട്ടിട്ട് ആ വിത്ത് ചെറിയ സസ്യമായി വളർന്നു പൊങ്ങി അത് വൃക്ഷമായി, രോഗത്തിന്റെ ബന്ധനങ്ങളായി, പാപ സ്വഭാവമായി വളർന്നു നിൽക്കുക. അതുകൊണ്ടൊന്ന് ഏതെങ്കിലും മീറ്റിംഗിൽ കൊണ്ടുവന്ന് ഒരു ശിഖരം വെട്ടിയാൽ ആ പാപത്തിന്റെ വൃക്ഷം പോകത്തില്ല. ഇന്ന് ആ വൃക്ഷത്തിന്റെ അടിവേര് കത്തണം. ആ വൃക്ഷത്തിന്റെ അടിവേര് കത്തിയെങ്കിൽ മാത്രമേ എന്നേക്കുമായി ഒരു വിടുതൽ, എന്നേക്കുമായി ഒരു ഡെലിവറൻസ് നിന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അതിന് നിങ്ങളുടെ സഹായം വേണം. അതാ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കേ. കർത്താവേ, ഇന്ന് എനിക്കൊരു പൂർണ്ണ വിടുതൽ, എൻ്റെ കുടുംബത്തിന്റെ അകത്ത് ഒരു പൂർണ്ണ വിടുതൽ, എൻ്റെ തലമുറകൾ ഒരു പൂർണ്ണ വിടുതൽ എനിക്ക് വേണം. ഓ, ദൈവാത്മാവിനെ കാണിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ തലമുറകളുടെ ബുദ്ധിമണ്ഡലങ്ങളെ പിശാച് കെട്ടിയിരിക്കുക. ദൈവം എന്നെ കാണിച്ച പ്രകാരമാണ്. ഒരു മൊബൈലിന്റെ മുഴുവൻ മെമ്മറിയും ഫുള്ളായി കഴിയുമ്പോൾ മെമ്മറി ഫുള്ളെന്ന് എഴുതി കാണിക്കും. പിന്നെ ഒരു ഡേറ്റയും അങ്ങോട്ട് കയറത്തില്ല. ഒരു ഡേറ്റയും, ഒരു ഫയലും കയറത്തില്ല. ഒരു ഫോട്ടോ പോലും കയറത്തില്ല. കുഞ്ഞുങ്ങൾ വന്ന് കണ്ണും പിഴിച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? അവരുടെ മെമ്മറി മുഴുവൻ പിശാച് സ്റ്റോറേജ് ഫുള്ളാക്കിയിരിക്കുക. ദൈവാത്മാവിനോട് പറയുന്നു, കുഞ്ഞുങ്ങളുടെ ബ്രെയിനെ കർത്താവ് തൊടാൻ പോവുകയാണ്. നമ്മുടെ തലമുറകളെ ബ്രെയിനെ കർത്താവ് തൊടാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താണ്. യേശുവിന്റെ നാമത്തിൽ അവരെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ പൊട്ടുകയാ. യേശുവിന്റെ നാമത്തിൽ അവിടെ ബ്രെയിനെ ശുദ്ധീകരിക്കുക. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അവസാനം വരെ കാത്തു നിൽക്കണ്ട. ആരേൽപ്പിച്ചു കൊടുക്കുന്നു അവരിലേക്ക് ദൈവ സാന്നിധ്യം വ്യാപരിച്ചിറങ്ങുക. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. ഒളിഞ്ഞു കിടക്കുന്ന ചില അണലികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പുറത്തു വരുന്നു. In the mighty name of Jesus. നീ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പൈശാചി ശക്തിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. രോഗബന്ധനത്തിന് ഇരിക്കാൻ കഴിയത്തില്ല. Oh, in the mighty name of Jesus. ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ സാന്നിധ്യം തീ പോലെ കത്തുക. Fire in the name of Jesus. Fire on the body. യേശുവിന്റെ നാമത്തിൽ അണലികൾ പുറത്തു വരട്ടെ. ഡിപ്രഷൻസ് പുറത്തു വരട്ടെ. കർത്താവേ, ജനത്തെ അപ്പച്ചന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു.
ജനത്തോട് കർത്താവ് ഇടപെടുന്നതിനായി സ്തോത്രം. അവരുടെ ഹൃദയങ്ങളെ കർത്താവ് ഏകാഗ്രതയോടെ ഇരുത്തുന്നതിനായി സ്തോത്രം. ഈ ദേശത്തെ ഭരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കെട്ടുകയാണ്. The name of Jesus. ഹൃദയത്തെ കഠിനമാക്കി ഉറക്കിക്കളയുന്ന പൈശാചിക മണ്ഡലത്തിൽ മാറി നിൽക്കാൻ പറയുന്നു. ഹല്ലേലൂയ. ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് ഒരു ഇരുട്ടിന്റെ ശക്തി നിൽപ്പുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് തിരിച്ചറിയാമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ദൈവാത്മാവിനെ വിളിച്ചു പറയുന്നു, 12 അടി പൊക്കമുള്ള ഹോളിനെ കർത്താവ് പൊളിക്കും. കാണുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് എടുത്തെടുക്കാൻ കഴിയത്തില്ലായിരിക്കാം. പൊളിച്ചിട്ട് വലിയ ബിഗ് പില്ലേഴ്സിൽ ഇവിടെ ഹോൾ ഉയരും. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ ദേശത്ത് ഭരിക്കുന്ന പൈശാചിക മണ്ഡലത്തിന് ദൈവത്തിന്റെ സഭയ്ക്ക് നേരെ ചെങ്കോൽ വെച്ച് ഭരിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആ ചെങ്കോലിനെ ഓടിച്ചു കളയുക. The mighty name of Jesus. നമ്മൾ ആരാന്നറിയാമോ? ദൈവത്തിന്റെ പന്തിരമാ. ഓ നിനക്ക് ചെങ്കോല് വെച്ച് ഭരിക്കാൻ കഴിയത്തില്ല പിശാചേ. യേശുവിന്റെ നാമത്തിൽ ആ ചെങ്കോലിനെ ഒടിച്ചു കളയുന്നു. കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ 20 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഒരു നോൺ സ്റ്റോപ്പ് ആത്മീയ പ്രവാഹമായി മാറാൻ പോകുന്നു. അവിടുത്തെ കരം ഈ ദേശത്ത് ചലിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവസഭയും ദൈവദാസന്മാരെയും യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജനത്തെ ഏകാഗ്രതയിരുത്തണം, അവിടുന്ന് മഹത്വം എടുക്കണം. യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ സാം ജേക്കബ് ചെന്നിത്തല. ഞങ്ങൾ കുടുംബമായി കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി. എൻ്റെ ബ്രദറാണ് പാട്ടുപാടിയ ജോമോൻ ബ്രദർ. ഒരു കുടുംബം അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ സഭയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ എം എ വറീസ് അങ്കിൾ കുടുംബം, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വർഷങ്ങളായി കർത്താവിന്റെ പ്രസംഗം ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ നേരിട്ട് പ്രസംഗിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ന് കർത്താവിന്റെ ദാസന്റെ സഭയിൽ നിൽക്കുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ എബ്രഹാം വറീസ് പാസ്റ്റർ, കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, അസോസിയേറ്റ് പാസ്റ്റർമാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് സാം ജേക്കബിനൊന്നും പറയാനില്ല. പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതുമാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആര് നിലമൊരുക്കി കാത്തിരിക്കുന്നോ അവർ വന്നതുപോലെ മടങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇവിടെ ബ്രാഞ്ചസ് മുറിക്കുന്ന പരിപാടിയില്ല. ബ്രാഞ്ച് മുറിച്ചാൽ എന്താ കുഴപ്പമെന്നറിയാമോ? ആ ബ്രാഞ്ച് 4 വീണ്ടും പൊട്ടിക്കിളർക്കും. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? മനസ്സിലായില്ല. ഹല്ലേലൂയ. കൈവച്ചു പ്രാർത്ഥിക്കുന്നു, കർത്താവേ നടുവേദന മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടുവേദന മാറും. പക്ഷേ വയറ്റുവേദനയും പല്ലുവേദനയും നെഞ്ചത്ത് വേദനയും മുട്ടുവേദനയോട് ഒരുമിച്ച് കിളിർക്കും. ഇപ്പം പിടികിട്ടിയോ? ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കോ, എവിടെല്ലാം നോക്കിക്കോ, ക്രൂസേഡുകളിൽ, കൺവെൻഷനുകളിൽ ഇങ്ങനെ ആൾക്കാർ ക്യൂ നിൽക്കും. പക്ഷെ അതിന് മുമ്പ് ഒരു ക്രൂസേഡ് വരെ പോയി നിന്നു, അത് കഴിഞ്ഞുള്ള ക്രൂസേഡും പോയി നിൽക്കും. ബിക്കോസ് ഇതിങ്ങനെ കിളിർത്തോണ്ടേയിരിക്കും. നീ ദൈവത്തിൻ്റെ മന്ദിരമായി മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നിന്നിൽ പിശാച് കിളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ വൃക്ഷം മൂടോടെ കരിഞ്ഞു പോകും. ഹല്ലേലൂയ. അതിനാണ് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തത്. അതിനാണ് നമ്മളെ ദൈവസേനയെ സമർപ്പിച്ചത്. എൻ്റെ ടെസ്റ്റിമണി ഒരു ലോങ് ടെസ്റ്റിമണിയാണ്. വളരെ ക്യാപ്സൂൾ രൂപത്തിൽ നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാൻ വേണ്ടി പെട്ടെന്ന് ഓടിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പാട്ടുപാടിയല്ലോ, മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ എന്നല്ല പാട്ട് എഴുതിയത്, നിനക്കില്ലയോ എന്നാ. ആരെ നോക്കി എഴുതിയെന്നറിയാമോ? എൻ്റെ വല്യപ്പച്ചൻ, എൻ്റെ വല്യമ്മച്ചിയെ നോക്കി എഴുതി, മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ നിനക്കൊരു നല്ല നായകനില്ലയോ, എന്തിനാ നീ തളരുന്നത് എന്ന് എൻ്റെ വല്യപ്പച്ചനായ പാസ്റ്റർ മുട്ടങ്കി വർഗീസ് എഴുതിയ ഗാനമാണ് ഞാൻ ആദ്യമേ പാടിയത്. സ്തോത്രം. എൻ്റെ പിതാവ് പാസ്റ്ററാണ്.
54 വർഷമായി IPC ചർച്ചിൽ ശുശ്രൂഷനായിരിക്കുന്നു. പാസ്റ്റർ ജേക്കബ് സാമുവൽ തിരുവല്ലയിൽ അദ്ദേഹം ശുശ്രൂഷയിലായിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായി ശുശ്രൂഷയിലായിരിക്കുന്നു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾ കുടുംബമായി വന്നിട്ടുണ്ട്. എൻ്റെ ബ്രദറെ കുടുംബം, അതുപോലെ ഞങ്ങൾ അറിയാവുന്ന അനേകരിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പാസ്റ്റർ രാജു ബോക്കാലയുടെ മകൾ മന്ന കുടുംബം. മന്ന ഇവിടെ ഇല്ല, പക്ഷേ ജേക്കബ് പാസ്റ്റർ ഇവിടെ ഉണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ ജോസ് ബ്രദർ, സണ്ണി ബ്രദറിൻ്റെ ബ്രദർ ജോസ് ബ്രദർ ഇവിടെ ഇന്ന് വന്നിട്ടില്ല. ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ്. അനേകർ ഇവിടെ അറിയാവുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ടെസ്റ്റ് മണി പെട്ടെന്ന് വളരെ ചുരുക്കമായി പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ച ദൈവവചനത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ടോ അല്ല പാസ്റ്റർമാരുടെ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ ഒന്നും ദൈവവചനം എടുത്തിറങ്ങിയ ആളല്ല ഞാൻ. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തിൻ്റെ പാരമ്പര്യത്തിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ട് ഇതെല്ലാം കണ്ടും കേട്ടും ഇതൊക്കെ വെറും കഥയാണെന്നും ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്നും മനസ്സിൽ ചിന്ത കയറി ദൈവവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധമില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി. അങ്ങനെ അകന്നകന്ന് ഹല്ലേലൂയ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഹല്ലേലൂയ ജോലിയോടനുബന്ധിച്ച് അബുദാബി എന്ന പട്ടണത്തിലെത്തുന്നു. അതിനുശേഷം ദുബൈയിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. ദുബൈയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിയുന്നു. ഞാൻ ഓടിച്ചു പറയുകയാണ്, വിവാഹം കഴിയുന്നു. അതിനുശേഷമാണ് ഞങ്ങളൊരു ബിസിനസ് ദുബൈ പട്ടണത്തിൽ ആരംഭിക്കുന്നു. അങ്ങനെ ഷിപ്പിംഗ് ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനി ദുബൈ പട്ടണത്തിൽ ആരംഭിച്ചു. ഏകദേശം 21 വർഷം ദുബൈയിലായിരുന്നു. സ്തോത്രം. ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഹല്ലേലൂയ പ്രത്യേകിച്ച് ആത്മീയമായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാടൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പ്രത്യേകിച്ച് ഒരു ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം ഞങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ. ദൈവമക്കളെ, എങ്ങനെങ്കിലും പിതാക്കന്മാർ നഷ്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് പിതാക്കന്മാർ എങ്ങനെ നഷ്ടപ്പെടുത്തി? കള്ളു കുടിച്ച് കളഞ്ഞതല്ല, അവർക്കുണ്ടായിരുന്ന സ്വത്തുക്കൾ കർത്താവിന് വേണ്ടി കൊടുത്ത്, കർത്താവിന് രാജ്യത്തിന് വേണ്ടി കൊടുത്ത് അവർ ദൈവത്തിനോട് നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുമില്ലാതായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു കാര്യം ചെയ്തു, എങ്ങനെങ്കിലും സമ്പത്തുണ്ടാക്കണം. അതായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് ബിസിനസ് ആരംഭിച്ചത്. ദൈവമില്ലാത്തവനായി ജീവിക്കുമ്പോൾ തന്നെ ബിസിനസ് വളരാൻ തുടങ്ങി. പക്ഷേ ദൈവദാസന്മാർ പലരും എന്നോട് ഇടപെട്ട് നേരിട്ടും അല്ലാതെയും സംസാരിച്ചിട്ട് ഞാൻ എഗ്രി ചെയ്തില്ല, ഞാൻ മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല. പക്ഷേ ദൈവത്തിൻ്റെ പിടി ഞങ്ങളുടെ മേൽ വീണു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരത്തിൽ വീഴുന്നത് ഭയങ്കര ഭയാനകമാണ്. ദൈവത്തിൻ്റെ കരം എൻ്റെ വീണു. ദൈവമക്കളെ, ഞങ്ങളുടെ ബിസിനസ്സിനെ ദൈവം അടിച്ച് തകർത്തു. ഒത്തിരി കാര്യങ്ങൾ ഇടയ്ക്ക് പറയാനുണ്ട്, അതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് മുന്നോട്ട് ഓടിപ്പോവുകയാണ്. ഞങ്ങളുടെ ബിസിനസ്സിനെ കർത്താവ് അടിച്ച് തകർത്തു. ഹല്ലേലൂയ. അനേക ലക്ഷങ്ങൾ ദിറംസ് കടമുള്ള കടബാധ്യതയുള്ള കമ്പനിയായി മാറ്റപ്പെട്ടു. അങ്ങനെ ഹല്ലേലൂയ അവിടുത്തെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ദൈവമക്കളെ, ആ ജയിലിനകത്തുനിന്ന് തമ്പുരാൻ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ എൻ്റെ കംപ്ലീറ്റ് ബാധ്യതയും ഏറ്റെടുത്ത് അദ്ദേഹം എന്നെ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി കർത്താവ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നെങ്കിലും ദൈവിക പദ്ധതിക്ക് വേണ്ടി സ്റ്റെപ്പ് വെക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല. ദൈവത്തോട് പറ്റിയിരിപ്പുണ്ട്. ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവിന് ഇഷ്ടം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും കർത്താവ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറല്ല. ബിക്കോസ് കർത്താവ് ഞങ്ങളോട് പറയുന്നത് അറിയാമോ? നിങ്ങൾ ഇവിടം വിട്ട് എന്ന് പറഞ്ഞാൽ ദുബൈ പട്ടണം വിട്ടിട്ട് നിങ്ങളുടെ ജന്മസ്ഥലത്തെത്തണം. അവിടെ വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുമായി, അവിടെ ജനിച്ച കുഞ്ഞുങ്ങളുമായി നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? അങ്ങനെ ഒത്തിരി സംശയങ്ങൾ ലൈഫിലുണ്ടായിട്ട് കർത്താവിൻ്റെ വാക്ക് ഏറ്റെടുത്തില്ല. ദൈവമക്കളെ, ഞങ്ങളുടെ ഹല്ലേലൂയ കടബാധ്യത എല്ലാം ദൈവം ഒരു അമേരിക്കക്കാരനായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് എല്ലാം ക്ലിയറാക്കി. അതിനുശേഷം ഹല്ലേലൂയ ദൈവാത്മാവ് വീണ്ടും ഇടപെട്ടു. ദേശം വിട്ടു പോകണം, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, 2016 വരെ ആ ഒരു സംഭവം മുന്നോട്ട് പോയി. ദൈവവുമായിട്ടൊരു മല്ലുപിടുത്തം നടക്കുക. കർത്താവ് എന്നോട് പറയുന്നു, വിട്ടു പോകണം, അവിടെ നിന്നെ എനിക്ക് ഉപയോഗിക്കണം. പക്ഷെ ഞാൻ ദൈവസന്നിധി തയ്യാറാകുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം 2016 ജനുവരി മാസം 19-ാം തീയതി എൻ്റെ വൈഫിന് ജോലിയുണ്ട്. വൈഫ് അന്ന് ജോലിക്ക് പോയി. ഞാൻ 2 ദിവസം ജോലിക്ക് കയറും. ഞങ്ങളുടെ ബിസിനസ് എല്ലാം നിർത്തി ജോലി ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വൈഫ് ജോലിക്ക് കയറി അദ്ദേഹത്തെ കൊണ്ടുവന്ന് ജോലി സ്ഥലത്ത് വിട്ടതിന് ശേഷം ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്ന കാർ പാർക്കിങ്ങിൽ ഫുട്പാത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു. ഞാൻ ആ ഫുട്പാത്തിൽ വീഴുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടുത്തെ ദുബായ് പോലീസിൻ്റെ ആംബുലൻസും പോലീസും വന്നിട്ട് എന്നെ റാഷീദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നു ആ സ്ട്രെച്ചറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ദൈവമക്കളെ, എൻ്റെ വലത് കാല് 2ആയിട്ട് ഒടിഞ്ഞുപോയി. എങ്ങനെ ഒടിഞ്ഞതൊന്നും എനിക്കറിയത്തില്ല. ആ വീഴ്ചയിൽ എൻ്റെ കാല് 2ആയിട്ട് ഒടിഞ്ഞു പോവുകയാണ്. സ്തോത്രം. ഒരു മുറിവില്ല, ഒരു ചോരപ്പാടില്ല. എങ്ങനെ ഒടിഞ്ഞു എന്നറിയത്തില്ല. പക്ഷെ എൻ്റെ കാൽ ഒടിഞ്ഞ് തിരിഞ്ഞു പോയി. മുട്ടിൻ്റെ അവിടെ വെച്ച് ഒടിഞ്ഞ് തിരിഞ്ഞു പോയി.
അവർ 2 സൈഡും ഓപ്പറേഷൻ ചെയ്തു. 4 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ. ടൈറ്റാനിയം പ്ലേറ്റ് 14 സ്ക്രൂ ഈ സൈഡിൽ, 14 സ്ക്രൂ ഈ സൈഡിൽ ഇട്ടിട്ട് ഇഞ്ചസ് ഇട്ട് കാല് ഫിറ്റ് ചെയ്തു. നല്ല ഫിക്സിങ്. ഏറ്റവും നല്ല ഡോക്ടറാണ് ചെയ്തിരിക്കുന്നത്. റാഷിദ് ഹോസ്പിറ്റലിലെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ എൻ്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാമുവേൽ നീ നടക്കും, 2.5 മാസം കഴിഞ്ഞ് നടക്കും. എൻ്റെ ഒഫീഷ്യൽ നെയിം സാമുവല്ല. അദ്ദേഹം പറഞ്ഞു, സാമുവേൽ 2.5 മാസം കഴിഞ്ഞ് നീ നടക്കും. എനിക്ക് വലിയ സന്തോഷമായി. അന്ന് രാത്രി ഞാൻ ആ റിക്കവറി റൂമിൽ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു, മോനെ ഞാനാ നിന്നെ തൊട്ടത്, നീ നടക്കത്തില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, 3 മാസം അവർ പരമാവധി ശ്രമിച്ചു നോക്കി, എന്നെ നടത്താൻ കഴിഞ്ഞില്ല. അവസാനം ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. എൻ്റെ കാലിന് സ്പർശന ശക്തിയില്ല, എൻ്റെ കാലിന് ബലം കൊടുക്കാൻ കഴിയുന്നില്ല. നടക്കാൻ വയ്യാത്ത സ്റ്റേജിലേക്ക് മാറി. വീൽ ചെയറിലേക്ക് സാം ജേക്കബ് മാറ്റപ്പെട്ടു. ഓടി നടന്ന ബിസിനസ് ചെയ്തവൻ, ആരെയും കൂസാത്തവൻ, വീൽ ചെയറിൽ ദൈവം ഇരുത്തിട്ട് പറഞ്ഞു, ഞാൻ പറയുന്ന അനുസരിച്ച് നിന്റെ ജന്മസ്ഥലത്തെത്തുമ്പോൾ ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. മുൻപും പിൻപും ദൈവം അടച്ചു. ദൈവത്തിൻ്റെ കരം ഭാരമായി കഴിഞ്ഞു. ദൈവത്തോട് പറ്റിയിരിക്കാൻ തീരുമാനിച്ചു. കർത്താവേ ഞങ്ങൾ പോവുകയാണ്. പൂർണ്ണമായ ദിവസത്തിന് തീരുമാനമെടുത്തു. വൈഫ് ജോലി രാജിവെച്ചു. കുഞ്ഞുങ്ങളുടെ ടീസി മേടിച്ചു. 2016 ഏപ്രിൽ മാസം 26-ാം തീയതി ദുബായ് പട്ടണത്തോട് ബൈ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തിരുവനന്തപുരം എയർപോർട്ടിൽ ഞങ്ങൾ വീൽ ചെയറിലാണ് എന്നെ കൊണ്ടുവന്ന് ഫ്ലൈറ്റിൽ കയറ്റിയതൊക്കെ. തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കാലിൽ 2 കാലിൻ്റെ വലിപ്പമായി നീര് വെച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, വീട്ടിൽ കൊണ്ടുവന്നു. രാത്രി ഞാൻ പറഞ്ഞ, കർത്താവേ വീൽ ചെയറിൽ ഇരുന്ന് ഞാൻ പ്രസംഗിക്കത്തില്ല, വീൽ ചെയറിൽ ഞാൻ പുറത്തു പോകത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 9ാമത്തെ ദിവസം ഞങ്ങളുടെ സഭ IPC പ്രസിഡന്റ് തിരുവല്ലയാണ്. പാസ്റ്റർ രാജു ബോക്കലയാണ് പാസ്റ്റർ. ഞാൻ ഹല്ലേലൂയ സഭയിൽ ആ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ആ സഭയിലാണ്. എന്നെ കൊണ്ടുവന്നൊരു സൈഡിൽ ക്രച്ചസ് ഉപയോഗിച്ചുകൊണ്ടിരുത്തി. പാസ്റ്റർ പറഞ്ഞു, സാമേ അവസാനം ഒരു 25 മിനിറ്റ് സമയം സാമിൻ്റെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ ഹെൽപ്പ് ചെയ്ത് ആ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ആ പുൾപിറ്റിൽ മുറുക്കെ പിടിച്ചു. എൻ്റെ ക്രച്ചസ് ഞാൻ മാറ്റിവെച്ചിട്ട് മുറുക്കെ പിടിച്ചിട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു. അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസൻ എഴുന്നേറ്റ് പറഞ്ഞു, നമുക്ക് സാമിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജനമെല്ലാം ഇങ്ങോട്ട് കൈ നീട്ടാൻ പറഞ്ഞു. അദ്ദേഹം ആ സഭയെ ആ ശക്തമായ ആ സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഒരു വാക്ക് ഇപ്രകാരം പറഞ്ഞു, എടുത്തു പറഞ്ഞ് എൻ്റെ മൈൻഡിലേക്ക് കയറി. അദ്ദേഹം പറഞ്ഞു, ഏലിയാവ് ആഹാബിന് രഥത്തിന് മുന്നിൽ ഓടിയതുപോലെ സാം ഓടണം. പ്രൈസ് ദി ലോർഡ്. അവൻ വീൽ ചെയറിലല്ല, നടക്കുകയല്ല. ഏലിയാവ് ആഹാബിന് രഥത്തിന് മുമ്പിൽ ഓടിയതുപോലെ ദേശങ്ങൾ രാജ്യങ്ങൾ ഓടണം എന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. ഉടൻ തന്നെ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ ആൾക്കാർ ദൈവദാസന്മാർ വന്ന് ഹെൽപ്പ് ചെയ്തു. ക്രച്ചസ് ഉപയോഗിച്ച് എന്നെ മടക്കി സീറ്റിൽ കൊണ്ട് ഇരുത്താൻ പോവുകയാണ്. ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചു, 2ാമത്തെ സ്റ്റെപ്പ് വെച്ചു, 3ാമത്തെ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. ക്രച്ചസ് മാറ്റി നടക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ സ്റ്റേജിൽ ഞാൻ എൻ്റെ കാലുകുത്തി 98 കിലോ ബോഡി വെയിറ്റ് കൊടുത്ത് അവിടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ക്രച്ചസ് പൊക്കി നടന്നു. നമ്മുടെ ദൈവം ആരെന്നറിയാമോ? പുസ്തകത്തിലെ ദൈവമല്ല, ഫോട്ടോയിലെ ദൈവമല്ല, അടിച്ചു പൊട്ടിയിരിക്കുന്ന കല്ലറയിലെ ദൈവമല്ല, ജീവിക്കുന്ന സർവശക്തനായ ദൈവം. ആ ദൈവം ഇന്നും ചലിച്ചോണ്ടിരിക്കുക. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്നും ചലിച്ചോണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രാവിലെ 7:30 എന്നെ എടുത്ത കാറെ കയറ്റിയത്. ഉച്ചയ്ക്ക് 1:30 ഞാൻ നടന്ന എൻ്റെ വീട്ടിൽ കയറിയത്. നമ്മുടെ ദൈവം ആരാന്നറിയാമോ? സർവശക്തനായ ദൈവം. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം. പ്രൈസ് ഗോഡ്. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? കേരളത്തിലോട്ട് വരാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതാണ് ഞാനും ദൈവമായിട്ട് വടംവലി നടന്നത്. ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിനാ എന്നെ കേരളത്തിൽ കൊണ്ടുപോകുന്നത്? വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കോളാം. എന്തിനാ അപ്പച്ച കേരളത്തിൽ കൊണ്ടുപോകുന്നത്? നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ അവസ്ഥ. ഇഷ്ടം പോലെ പാസ്റ്റർമാരുണ്ട്, ഇഷ്ടം പോലെ സഭയുണ്ട്. എന്തിനാ അപ്പച്ച അങ്ങോട്ട് പോകുന്നത്? കർത്താവ് ആൻസർ തന്നില്ല. പക്ഷെ ഞാൻ സൗഖ്യമായ അന്ന് രാത്രിയിൽ ഞാൻ ഇതേ വാചകം ചൊല്ലി പ്രാർത്ഥിച്ചു, കർത്താവ് എന്തിനാ എന്നെ കൊണ്ടുവന്നത്? അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു വലിയ ബോർഡ് എന്നെ കർത്താവ് കാണിച്ചു. ആ ബോർഡിനകത്ത് എഴുതി വരിക്കുന്നു, ആത്മഹത്യ അരുതേ, അത് പാപമാണ്. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. എൻ്റെ ലൈഫിൽ ഇന്നു വരെ കാണാത്തൊരു ബോർഡ് ഞാൻ കണ്ടു. ഞാൻ ചാടി എഴുന്നേറ്റു. ദൈവാത്മാവ് എന്തെങ്കിലും കാണിക്കുന്നെങ്കിൽ ചാടി എഴുന്നേറ്റോണം. ദൈവാത്മാവ് ആരെങ്കിലും മുഖം കാണിക്കുന്നെങ്കിൽ ചാടി എഴുന്നേറ്റോണം. നിങ്ങൾ അതിൻ്റെ മുന്നിൽ പെരുന്നയിരിക്കാൻ തയ്യാറാണെങ്കിൽ അത് വിരിയും.
പ്രൈസ് ഗോഡ്. വെറുതെ അല്ല ദൈവം കാണിക്കുന്നത്. ആത്മാവിൽ ജീവിക്കുന്ന നിന്നെ ദൈവം ചിലത് കാണിക്കുന്നത്, ചിലത് വിരിയാനുണ്ട്, ചിലത് പുറത്തു വരാനുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ മാറിയെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എന്താപ്പാ, ആരെങ്കിലും മരിക്കുകയാണോ? ആരെങ്കിലും മരിക്കാൻ പോവുകയാണോ? കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഞാൻ പറയുന്ന അനുസരിക്കാൻ തയ്യാറാണോ? ഞാൻ പറയുന്ന അനുസരിക്കാൻ തയ്യാറാണോ? അതെന്താ കർത്താവേ, അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അനുസരിക്കത്തില്ലേ? നോ. ഞാൻ കോൾ ചെയ്ത് കൊണ്ടുവന്ന പലരും അനുസരിക്കുന്നില്ല. അവരുടെ തിയറിയും തിയോളജിയും കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്ന അനുസരിക്കാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവിനകത്ത് മുങ്ങിക്കുളിച്ചാലും ഞാനൊരു കാര്യം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവാത്മാവ് പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, അപ്പാ അങ്ങ് എന്ത് പറഞ്ഞാലും അനുസരിക്കാം. അങ്ങനാണെങ്കിൽ ഞാൻ നിന്നെ കാണിച്ച ബോർഡ് ഇന്നേക്ക് 3 ദിവസം തികയുന്നതിന് മുമ്പ് നിന്റെ വീടിന്റെ മുകളിൽ വെക്കണം. സ്തോത്രം. രണ്ടാമത് കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കരുത്. ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കരുത്. എൻ്റെ വൈഫ് ഇരിപ്പുണ്ട്, ഞാൻ ആലോചന ചോദിച്ചില്ല. പപ്പായെ ഫോണിൽ കിട്ടും, ആലോചന ചോദിച്ചില്ല. വല്യപ്പച്ചനെ ഫോണിൽ കിട്ടും, ആലോചന ചോദിച്ചില്ല. രാവിലെ തന്നെ ഇറങ്ങി 8 അടി നീളം 4 അടി വീതിയുള്ള മെറ്റൽ ബോർഡിനകത്ത് ഫ്രെയിം ഉണ്ടാക്കിപ്പിച്ചു. 3 ദിവസം 7 മണിയായപ്പോൾ, 3-ാം ദിവസം ബുധനാഴ്ച 7 മണിയാകുമ്പോൾ അതേ ബോർഡ് കൊണ്ട് ഞങ്ങളുടെ വീടിന് മുകളിൽ ഫിറ്റ് ചെയ്തു. ദൈവം പറഞ്ഞതനുസരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നാട്ടിൽ വന്ന ആദ്യത്തെ ഡെമോ കർത്താവ് കാണിക്കുകയാണ്. രാത്രി 8:30, 7:30, 8 മണിയായപ്പോൾ ഞങ്ങളുടെ അടുത്തു നിന്ന് കുറച്ച് ദൂരമുള്ള ഒരു മറ്റു ജാതിയിൽപ്പെട്ട ഒരു കുടുംബം അവിടെ കയറി വന്നു. ഒരു കുഞ്ഞുമായി കടന്നു വന്നു. അവർ മാനസികമായിട്ട് തകർന്ന് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതിന് മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നു, ആത്മഹത്യ അരുതേ, അത് പാപമാണ്. യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. ഇത് കണ്ടപ്പോൾ അവർ പരിഭ്രാന്തരായി. അതാണ് അവർ അവിടേക്ക് കയറി വന്നത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ കർത്താവാണ് ഇവിടെ കൊണ്ടുവന്നത്. എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, പക്ഷെ നമ്മളെ രണ്ടുപേരെ അറിയുന്ന സ്വർഗം എന്നോട് സംസാരിച്ചു. ഇന്നേക്ക് 3 ദിവസം തികയുന്നതിന് മുമ്പ് ഈ ബോർഡ് വെച്ചിരിക്കണം. അന്ന് രാത്രി അവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച കുടുംബമായിരുന്നു. ആ കുഞ്ഞിന് വിഷം കൊടുത്തിട്ട് ആ കുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ദൈവം അവരിൽ വ്യാപരിച്ചിരുന്ന ഈവിൾ സ്പിരിറ്റിനെ അന്ന് പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവരിൽ വ്യാപരിച്ചു. അവിടെ മനോവേദന മാറി, അവിടെ ഭയം മാറി, അവിടെ നിരാശ മാറി. ആ അന്ധകാര ശക്തി അവരെ വിട്ടു മാറി. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ ഈ ബോർഡും വെച്ച് ഇവിടെ ഇരുന്നാ മതിയോ? നോ, ഡെമോയാണിത്. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഈ ബോർഡ് ഇരിക്കണം. എല്ലാ ഹൈവേയിലും എല്ലാ NH-ലും ബോർഡ് ഇരിക്കണം. ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കാൻ പോകുമ്പോൾ ഞാൻ നിന്റെ അടുക്ക് എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാക്കനുസരിച്ച് MC റോഡിലും NH-ലും ഞങ്ങൾ ബോർഡ് വെക്കാൻ ആരംഭിച്ചു. 100 കണക്കിന് ആൾക്കാർ മരിക്കാൻ പോകുന്നൊരു കോള് വരാൻ തുടങ്ങി. അതിനകത്ത് വലിയ വലിയ ആൾക്കാരുണ്ട്, ചെറിയ ആൾക്കാരുണ്ട്, വരാൻ തുടങ്ങി. ആത്മാവിന്റെ വലിപ്പം സൈമ വരാൻ തുടങ്ങി. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ വ്യാപരിക്കുന്ന പൈശാചികം കഴിഞ്ഞു മാറാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവ്, ഇനി എന്ത് ചെയ്യണം? പോരാ, റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഹോപ്പ് മിഷൻ ഇന്ത്യ എന്ന ടീം റൈസ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ ടൗണുകളിലും ഫ്ലെക്സ് വെച്ച വാഹനം കറങ്ങാൻ തുടങ്ങി. ആത്മഹത്യ അരുത്, ആത്മഹത്യ അരുത്, യേശു സ്നേഹിക്കുന്നുള്ള വാഹനം കറങ്ങാൻ തുടങ്ങിയപ്പോൾ നോട്ട് ചെയ്യാൻ തുടങ്ങി. നമ്പർ നോട്ട് ചെയ്തിട്ട് കോൾ ചെയ്യാൻ തുടങ്ങി. രാത്രി 1 മണി 2 മണിക്കൊക്കെ മരിക്കാൻ പോകുന്നവരുടെ കോൾ വരാൻ തുടങ്ങി. എല്ലാ ജംഗ്ഷനിലും ഞങ്ങൾ അവയർനെസ് മീറ്റിംഗ് നടത്താൻ തുടങ്ങി. 2500 മീറ്റിംഗ് കേരളത്തിൽ നടത്തി. ഈ 6.5 വർഷം കൊണ്ട് ദൈവനാമ മഹത്വത്തിന് ഞാൻ പറയട്ടെ, 10,351 പേര് ആത്മഹത്യയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. മുഴുവൻ മഹത്വം ദൈവത്തിന്. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ പ്രാപ്തിയല്ല, ദൈവം പറഞ്ഞത് അനുസരിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം പറയുന്ന അനുസരിക്കാൻ തയ്യാറാണോ? ഈ ബാംഗ്ലൂർ പട്ടണത്തെ കർത്താവ് കീഴ്മേൽ മറിക്കും. 2015 ഞാൻ ദുബായിൽ നിന്ന് ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ വന്നപ്പോൾ അവിടെ വെച്ച് എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, നീ കടന്നു പോകുന്ന സ്ഥലത്തൊരു അന്ധകാര ശക്തി ഞാൻ ഇളക്കും, പേടിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, പേടിക്കത്തില്ല കർത്താവ്. ഞാൻ വിചാരിച്ചു അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് വിചാരിച്ച്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കൊല്ലിയാൻ മിന്നിട്ട്
ഞാൻ ഡോറിൽ കൂടെ പുറത്തോട്ട് നോക്കിയപ്പോൾ ഒരു എഞ്ചിൻ കത്തുന്നു. സാധാരണ ഹെയർ ഹോസ്റ്റസ്മാർ നിലവിളിക്കത്തില്ല, യാത്രക്കാരെ നിലവിളിക്കുന്നേ. ഒരു എഞ്ചിൻ കത്തി, രണ്ടാമത് വീണ്ടും കൊല്ലാൻ അടിക്കുന്നു. അവർ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ ഒന്നും ഭയപ്പെട്ടില്ല. ബിക്കോസ് എന്നോട് കർത്താവ് പറഞ്ഞു, ബാംഗ്ലൂർ പട്ടണത്തിലെ അന്ധകാര ശക്തി പോരാടും, പേടിക്കരുത്. ആ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തില്ല, ചെന്നൈ കൊണ്ട് ലാൻഡ് ചെയ്തു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അത് റിപ്പയർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തത്. ഞാൻ പറയാൻ കാര്യം, ഈ ദേശത്തെ അഭിഷേകത്തോടെ നീ കാല് ചവിട്ടിയാൽ ഈ ദേശത്തെ പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കാൻ തുടങ്ങും. ഇതൊന്നുമല്ല ബേഥേൽ ഏജി ചർച്ചിനെ കുറിച്ച് ദൈവം ചെയ്തിരിക്കുന്നത്, ഇതൊന്നുമല്ല. ഇവിടെ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇത് പെന്തക്കോസ്തിന്റെ സിറ്റിയായി മാറും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ പെന്തക്കോസ്തുകാരെ കൊണ്ട് മുട്ടി വീഴും. ഈ ദിവസങ്ങളിൽ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ആത്മാവിന്റെ തീ നിന്റെ മേൽ കർത്താവ് ആഗ്രഹിക്കുന്നു. ആത്മാവിന്റെ തീ ഇടാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. പനിയോ? നിങ്ങൾ പനിയെ പേടിച്ചുകൊണ്ടിരിക്കുവാണോ? പാസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണം, എനിക്ക് ക്യാൻസർ ആണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം പാസ്റ്റർ. ഡോക്ടർമാർ അത് എഴുതിയിരിക്കുന്നു, ഇത് എഴുതിയിരിക്കുന്നു. 114 സംഗീതം ഒന്ന് വായിക്കണം. ദൈവം നിന്റെ മുമ്പേ നടക്കുന്നെങ്കിൽ, ദൈവം നിന്റെ അകത്ത് നടക്കുന്നെങ്കിൽ, നിന്നെ കാണുമ്പോൾ പനി ഓടുവെന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. നിന്നെ കാണുമ്പോൾ സമുദ്രം ഓടിപ്പോകും. നിന്നെ കാണുമ്പോൾ മുട്ടുവിറയ്ക്കും. എന്തിനാ? കുന്നുകളുടെ മുട്ടുവിറയ്ക്കുമെന്ന്. കുന്നുകളുടെ മുട്ടുവിറയ്ക്കുമെന്ന്. പനി മാറുന്ന കാര്യമല്ല. നീ ആരാന്ന് മനസ്സിലാക്കിയോണ്ടല്ലോ പിശാച് നിന്റെ 7 അയലത്ത് വരത്തില്ല. നമുക്കിപ്പോഴും നമ്മളാരാന്ന് അറിയത്തില്ല. അതാ വിഷയം. നമ്മളാരാന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. ഇന്നറിയണം ആരാണ്. സ്തോത്രം. നീ അറിയുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തി ഇറങ്ങിപ്പോടും. നീ വീട്ടോട് മടങ്ങി ചെല്ലുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് ആധിപത്യം പറഞ്ഞ് നിൽക്കുന്ന ചിലതുണ്ട് കേട്ടോ. ദൈവാത്മാവിനോട് പറയുക, ഭവനത്തിനകത്ത് ഭയങ്കര അസമാധാനം വ്യാപരിക്കുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുഴപ്പമില്ല, പുറത്തിറങ്ങുമ്പോൾ അസുഖമില്ല. പക്ഷെ ഭവനത്തിനകത്ത് നിന്നെ കിടത്തി ഉറക്കാത്ത അസുഖം, നിന്റെ ഭവനത്തിനകത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ കർത്താവ് പുറത്തു കളയും. അതിന് കൂടെ ആരെയും കൊണ്ടുപോണ്ട, നിന്റെ അകത്ത് തീ കയറി പോയാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. സാക്ഷി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. സാക്ഷി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം ഞങ്ങളെ അയക്കുന്ന സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിൽ അനേകരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കയറ് മേടിച്ചു വെച്ച, വിഷം മേടിച്ചു വെച്ച, കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച നൂറുകണക്കിന് ആൾക്കാരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം പറയുന്നത് അനുസരിക്കണം. കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും കർത്താവ് യൂസ് ചെയ്യും. അവർ പഠിക്കുന്ന സ്കൂളിൽ, കോളേജിൽ കർത്താവ് ഉപയോഗിക്കും. ആര് റെഡിയാണ് അതിനു വേണ്ടി? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 29-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 12-ാം അധ്യായം 29-ാമത്തെ വാക്യം. ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്നും അവൻ്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീടും കവർച്ച ചെയ്യാം. ആമേൻ. സ്തോത്രം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്നെടുക്കാൻ കഴിയുകയില്ല. സ്തോത്രം. ആരാണ് ഈ ബലവാൻ? ലൂക്കോസ് സുവിശേഷം 11:21 വായിക്കാം. 11:21. ബലവാൻ ആയുധം ധരിച്ചും തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധ വർഗം പിടിച്ചു പറിച്ചും അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു. രണ്ടിടത്തും ബലവാനെ കുറിച്ച് പറയുന്നു. ബലവാൻ ആരാന്നുള്ള ക്ലാരിഫിക്കേഷൻ അവിടെ ഇല്ല. ഇനി ഈ ബലവാൻ ആരാ നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 10:10. യോഹന്നാന്റെ സുവിശേഷം 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. മതി. ഈ ബലവാൻ ആരാന്ന് നിങ്ങൾക്കറിയാം. ഇത് പിശാച.
ഹല്ലേലൂയ. പിശാചാണ് ഈ ബലവാൻ. ഈ ബലവാന്റെ പ്രത്യേകതയാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ വായിച്ചത്. അവൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, പിശാച് കവർന്നുകൊണ്ട് പോയതിനെ നമ്മൾ തിരിച്ചു പിടിക്കും. പിശാച് കവർന്നുകൊണ്ട് പോയ ചിലത് നമ്മൾ തിരിച്ചു പിടിക്കും. നമ്മൾ തിരിച്ചു പിടിക്കും. അവൻ അറക്കുവാനും മുടിക്കുവാനും വരുന്നു. അവൻ്റെ പദ്ധതി നിന്റെ സമാധാനം ഇല്ലാതാക്കുക, നിന്നെ ഇല്ലാതാക്കുക, നശിപ്പിക്കുക, നിന്നെ ആത്മഹത്യ ചെയ്യിപ്പിക്കുക. ഇതാണ് പിശാചിൻ്റെ തന്ത്രം. അതിന് ചില കാര്യങ്ങൾ അവൻ എടുത്തു മാറ്റുമ്പോൾ അതിൻ്റെ റൂട്ട് ചെന്നെത്തുന്നത് സൂയിസൈഡിലാണ്. അറക്കുക, മുടിക്കുക, ഇല്ലാതാക്കുക, മോഷ്ടിക്കുക, ഇത് അവൻ്റെ പരിപാടി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചു പോയിട്ടുണ്ടോ? നിങ്ങളിൽ എന്തെങ്കിലും മോഷണം നടന്നിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ ലൈഫിൽ നിന്ന്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് ഇവിടെ ഇത് പറയാനുള്ള കാരണം നമുക്ക് നോക്കുമ്പോൾ എന്നിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ നമുക്ക് മനസ്സിലാകും. നോക്കാം നമുക്ക്. അതിൻ്റെ 22-ാമത്തെ വാക്യം മത്തായിയുടെ സുവിശേഷം 12-22 മുതൽ താഴോട്ടൊന്ന് വായിച്ചാട്ട് ദയവായി. മത്തായി സുവിശേഷം 12-22 മുതൽ താഴോട്ട്. അനന്തരം ചിലർ കുരുടരും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. പുരുഷാരം ഒക്കെയും വിസ്മയിച്ചു. മതി. യേശുവിന്റെ അടുക്കൽ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. ഇവിടുത്തെ പ്രശ്നം, ഈ സൗഖ്യം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂബിനെ കൊണ്ടാണ് ഇവൻ ഭൂതത്തെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തെ അവർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇന്നും ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തെ ഏറ്റെടുക്കാത്ത ആൾക്കാരുണ്ട്. പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യുമ്പോൾ അതൊന്നും ശരിയല്ല, അതൊക്കെ ഭൂതമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരു കൊല്ലിയാൻ നിങ്ങളുടെ വീട്ടിൽ മിന്നിയാൽ നിങ്ങളുടെ വീട്ടിലെ സ്വിച്ചും ഫാനും ഫ്രിഡ്ജും മേശയും കത്തി, അതിൻ്റെ അപ്പുറത്തെ തെങ്ങും കത്തി, പ്ലാവും കത്തി, ആ കൊല്ലിയാൻ കൊണ്ടുപോകുമ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നിന്റെ വീട്ടിലിറങ്ങിയാൽ, നിന്റെ സഭയിലിറങ്ങിയാൽ, നിന്നിലിറങ്ങിയാൽ എന്തെല്ലാം നടക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? ഈ ആത്മാവിന്റെ ശക്തി ഇന്ന് വരെ ആൾക്കാർ അളന്നെഴുതിയിട്ടുണ്ടോ? ഇവിടെ ആത്മാവിന്റെ ശക്തി ഇറങ്ങിയാലേ ബാംഗ്ലൂർ പട്ടണത്തിൽ താങ്ങാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നോക്കിക്കോ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ എല്ലാവരും ഒന്ന് ഏൽപ്പിച്ച്, കർത്താവേ, എത്രയും അത്യന്ത ശക്തി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിലും അതെന്റെ മേൽ ഇറക്കണമേ എന്ന് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്. താങ്ങാൻ പറ്റത്തില്ല ഈ ദേശത്തിന്. നമ്മൾ ചെറിയ ചലനങ്ങളൊക്കെയാണ് അറിയുന്നത്. സ്തോത്രം. അന്ന് ഞാൻ സൗഖ്യമായപ്പോഴേ, ഞങ്ങളുടെ ചർച്ചയിൽ വെച്ച് ഞാൻ സൗഖ്യമായപ്പോൾ ഞാൻ മാത്രമല്ല സൗഖ്യമായത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ആ സഭയ്ക്കകത്ത് 100 കണക്കിന് ആൾക്കാർ ഓൺ ദ സ്പോട്ടിൽ സൗഖ്യമായി. അന്ന് സഭായോഗം 11:30 അവസാനിച്ചില്ല. വേണ്ട ഇരിപ്പുണ്ട് പാസ്റ്റർ, അല്ലെങ്കിൽ ജേക്കബ് പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. അന്ന് പാസ്റ്റർ വിളിച്ച് കൺഫേം ചെയ്തോണം, സഭായോഗം 11:30 അവസാനിച്ചില്ല, 1 മണിക്ക് അവസാനിച്ച്. സൺഡേ സ്കൂൾ ക്യാൻസൽ ചെയ്തു. എന്താ കാര്യം അറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അനേക രോഗങ്ങളിൽ നിന്ന് പുറത്തു വന്നു, ബന്ധനങ്ങൾ അഴിഞ്ഞു. ഹല്ലേലൂയ. അവർക്ക് പിന്നെ സാക്ഷി പറയാനുള്ള സമയമായിരുന്നു. പിന്നെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ, പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തെ അവർ മൂടിക്കളഞ്ഞു. ഹല്ലേലൂയ. ഇത് ഭൂതത്തെ കൊണ്ടാണ് ഇവൻ പുറത്താക്കുന്നതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. യേശു പറഞ്ഞു, ഞാൻ ആത്മാവിനാൽ ഇത് ചെയ്യുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഞാൻ ആത്മാവിനാൽ ചെയ്യുന്നെങ്കിൽ, ഭൂതം പുറത്തായെങ്കിൽ, ഭൂതത്തെ ഞാൻ പുറത്താക്കിയെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യം
നിങ്ങളുടെ അടുക്കലുണ്ട്. അവർക്കത് മനസ്സിലായില്ല. നമ്മുടെ പെന്തക്കോസുകാർക്ക് പലർക്കും ഇന്നും അത് മനസ്സിലായിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നാൽ അദ്ദേഹത്തിന് ഭയങ്കര ഹൈ സെക്യൂരിറ്റിയാണ്, ഒക്കെ ഒന്നും അടുത്ത് ചെല്ലാൻ കഴിയത്തില്ല. അദ്ദേഹം ഇവിടെ വന്ന് ഇന്ത്യയിൽ വന്ന് സന്ദർശനം നടത്തി 5 ദിവസം ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകും. ഈ 5 ദിവസം അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, ഹോസ്പിറ്റാലിറ്റി എല്ലാം ചെയ്തു കൊടുക്കും. അദ്ദേഹം അമേരിക്കൻ്റെ പ്രസിഡന്റാണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല. ഒരാഴ്ചയല്ല, ഒരു മാസം ഇവിടെ തങ്ങിയ പോലും തീഹാർ ജയിലിൽ കിടക്കുന്ന ഒരു കുറ്റവാളിയെ കുറ്റവിമുക്തമാക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് കഴിയത്തില്ല. കാര്യം പിടികിട്ടിയോ? അദ്ദേഹം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാ, പക്ഷെ അദ്ദേഹം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ കിങ്ഡം മൂവ് ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ രാജാതി രാജാവായ കർത്താവുണ്ടല്ലോ, ആ കർത്താവ് നിന്നിൽ ഇറങ്ങി വന്നാൽ ദൈവരാജ്യം നിന്നിലാ. ഇതിന്റെ അകത്ത് ഇറങ്ങി വരുമ്പോൾ ദൈവരാജ്യം ഇതിന്റെ അകത്ത് ദൈവം റൂള് ചെയ്യും, ദൈവം കൽപ്പിക്കും, ദൈവം സ്ഥാപിക്കും. അത് അവർക്ക് പിടികിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഇവനെ അഴിച്ചു വിടാനുള്ള അധികാരമുള്ളവനാ നിന്റെ മുന്നിൽ നിൽക്കുന്നേ. അവർക്കത് മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ രാജാവായ നമ്മുടെ രാജാതി രാജാവായ ദൈവം ഇതിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പിശാചിന് നിങ്ങളെ മുഖം വെച്ച് ഭരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ആ ദൈവരാജ്യത്തിനകത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അഴിച്ചുവിടുക, ദൈവം അഴിച്ചുവിടുക. സ്തോത്രം. അവർക്ക് മനസ്സിലായില്ല, നമുക്കിന്നും മനസ്സിലായിട്ടില്ല. കർത്താവ് പറയാണ്, ബലവാനെ പിടിച്ചു കെട്ടാനുള്ള കഴിവുണ്ടെങ്കിൽ കോപ്പ് കവർന്നെടുക്കാം. ഇവിടെ എന്താണ് ഈ മനുഷ്യന് നഷ്ടപ്പെട്ടത് നിങ്ങൾക്കറിയാമല്ലോ. എന്താണ് പിശാച് ഇവനിൽ നിന്ന് കവർന്നുകൊണ്ട് പോയത്? ഇവനിൽ ഇവിടെ കവർച്ച നടന്നു. ഈ പയ്യൻ, അവൻ നല്ലപോലെ ചെവി കേൾക്കുന്ന, നല്ലപോലെ സംസാരിക്കുന്ന ചെറുക്കൻ്റെ ചെവിയുടെ കേൾവി ശക്തിയും കാഴ്ച ശക്തിയും പിശാച് സ്റ്റീൽ ചെയ്തു, മോട്ടിച്ചെടുത്തു. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഇതിനെക്കുറിച്ച് നിങ്ങൾ പല വ്യാഖ്യാനം കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതെല്ലാം വേറെ രീതിയിലേക്ക് പോയി. ദൈവാത്മാവ് പറയുന്നു, അത് സ്റ്റീൽ ചെയ്തിട്ട് അവൻ എവിടെ കൊണ്ടുപോയി വെച്ചെന്നറിയാമോ? അവന്റെ സ്റ്റോറേജിൽ കീപ്പ് ചെയ്തു. ഇവന്റെ ചില കോപ്പുണ്ട്, അതെന്താ പറയുക, ഇവന്റെ ചില സാധനം അത് നേരെ ഇങ്ങോട്ടിട്ടു. ഒന്നുകൂടെ പറയാം, ഈ നല്ല മനുഷ്യൻ, ഈ നല്ല ചെറുക്കൻ്റെ കേൾവി ശക്തിയും കാഴ്ച ശക്തിയും പിശാച് സ്റ്റീൽ ചെയ്തിട്ട് അതുകൊണ്ടൊന്ന് അവൻ്റെ സ്റ്റോറേജിൽ വെച്ചു. പിശാചിന് സ്റ്റോറേജ് ഉണ്ട്. നിങ്ങൾ സ്വാഭാവികം ചിന്തിച്ചു, കള്ളന്മാർ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴാണ് കയറുന്നത്? രാത്രി ഉറങ്ങുമ്പോഴാണ്. വീട്ടിൽ ആളില്ലാത്തപ്പോഴാണ് കള്ളന്മാർ കയറുന്നത്. അവർ കള്ളന്മാർ കയറിയിട്ട് ഈ ആത്മീയ ഉറക്കം സംഭവിക്കലായി മോഷണം നടക്കുന്നത്. ഓർത്തോളം, ഉറങ്ങരുത് ദൈവസന്നിധിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഉറങ്ങുന്ന കാര്യമല്ല പറഞ്ഞത്. സ്പിരിച്വൽ ഉറക്കം പാടില്ല. ആത്മാവി ഓണന്നിരിക്കണം, കത്തിക്കൊണ്ടിരിക്കണം എപ്പോഴും. ഇത് നോക്കിക്കോണേ, ഈ കള്ളൻ നമ്മുടെ വീട്ടിൽ കള്ളം കയറിയാൽ ഒരു TV മോട്ടിച്ചോണ്ട് പോയി, അല്ലെങ്കിൽ മിക്സി മോട്ടിച്ചോണ്ട് പോയി, എന്തേലും കൊണ്ടുപോയി ഇവൻ ഉടനെ കൊണ്ട് വിൽക്കത്തില്ല. ഇവൻ എന്താ ചെയ്യുന്നറിയാമോ? ഇത് ഇവൻ കൊണ്ടുപോയി ഇവന്റെ വീട്ടിലെ സ്റ്റോറി വെക്കും. എന്തിനറിയാമോ? ആ കേസൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ട് ഇതിവൻ കൊണ്ട് കച്ചവടം നടത്തത്തുള്ളൂ. ഇവൻ കച്ചവടം നടത്താൻ ചെല്ലുന്ന സ്ഥാപനത്തിൽ ഇവൻ എന്താ പറയുന്നത്? എനിക്കൊരു 32 TV വിൽക്കാനുണ്ട്, എൻ്റെ TV വിൽക്കാനുണ്ട്, നിങ്ങൾക്ക് വേണോ എന്നേ അവൻ ചോദിക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? മോട്ടിച്ചാന്നൊന്നും അവൻ പറയത്തില്ല. എൻ്റെ TV ഞാൻ വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു, വേണോ? സ്തോത്രം. വെല്ലോൻ്റെ വീട്ടിൽ ഇരുന്ന സാധനം മോട്ടിച്ച് വെച്ചിട്ട് അവൻ്റെ ആയി, എന്നിട്ട് അവൻ്റെ ചിലത് കൊണ്ട് നീ വീട്ടിൽ ഇട്ടു. ഇത്രയേ ഉള്ളൂ കാര്യം. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ കേൾവി ശക്തിയും അവന്റെ നല്ല കാഴ്ച ശക്തിയും പിശാച് കവർന്നെടുത്തിട്ട് ഹല്ലേലൂയ അവനിലേക്ക് ഇട്ടുകൊടുത്തു. അന്ധതയും മൂകതയും ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ നടന്ന് നിന്റെ ജീവിതം അവസാനിപ്പിച്ചോ. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ചിലതൊക്കെ പിശാച് മോട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്നിൽ നിന്ന് ചിലതൊക്കെ പിശാച് മോട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ദൈവമക്കളെ, ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയാ, ഇന്ന് പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോയതിനെ തിരിച്ചു പിടിക്കണം, തിരിച്ചു പിടിക്കണം. പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോയതിനെ നമുക്ക് തിരിച്ചു പിടിക്കണം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. തിരിച്ചു പിടിക്കാൻ അപ്പോൾ യേശു അല്ലേ അവിടെ തിരിച്ചു പിടിച്ചത്?
നമുക്ക് പറ്റുമോ? അവിടെ യേശുവല്ലേ തിരിച്ചു പിടിച്ചത്, നമുക്ക് പറ്റുമോ? സ്തോത്രം, പറ്റും. ശിഷ്യന്മാർ ഈ ലോകത്തിലായിരുന്നപ്പോൾ അപ്പോസ്തലന്മാർ അവർ ഈ കെട്ടിയെ പിടിച്ച്, ബലവാനെ പിടിച്ച് കെട്ടി പലതും അവർ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൽ വ്യാപരിച്ച ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നമുക്കും ഈ കാലഘട്ടത്തിൽ ബലവാനെ പിടിച്ചു കെട്ടി തിരിച്ചു പിടിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞു പോയ കാര്യം മനസ്സിലാകത്തില്ല. ഏത് കാര്യത്തിനും ജനത്തിനും മനസ്സിലാകുന്ന രീതി പറയണം. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും? ശിഷ്യന്മാർ ആരെങ്കിലും തിരിച്ചു പിടിക്കാൻ നോക്കിയോ? നോക്കി. അതിൻ്റെ അടുത്ത അധ്യായങ്ങളിൽ 17-ാം അധ്യായം ഒന്ന് എടുത്ത് വായിച്ചാട്ടെ. 17-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവൻ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറേ, ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണ ഉണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണു വല്ലാതെ കഷ്ടത്തിലായിപ്പോയി. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഈ മോൻ്റെ കുഴപ്പം എന്നറിയാമോ? അവൻ്റെ ബുദ്ധിമണ്ഡലം പിശാച് കവർന്നെടുത്തു. തീ ഏതാണ് വെള്ളം ഏതാണ് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയായി. സ്തോത്രം. അങ്ങനെ ബന്ധിക്കപ്പെട്ട, അവനെ മോഷ്ടിക്കപ്പെട്ട പയ്യനെയും കൊണ്ടുവന്ന് ഈശന്മാരുടെ മുന്നിൽ കൊണ്ട് ശിഷ്യന്മാർ നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല, അവനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല. അവസാനം യേശു കടന്നു വന്നിട്ട് യേശു പറഞ്ഞ അടുത്ത നിമിഷം തന്നെ അവനിലുള്ള ആ ഭൂതാത്മാവ് വിട്ടുപോയി, അവന് സൗഖ്യം വന്നു. സ്തോത്രം. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ശിഷ്യന്മാരോട് വന്ന് ചോദിക്കുകയാണ്. ശിഷ്യന്മാർ യേശുവേ, ഞങ്ങൾക്ക് എന്താണ് അത് ചെയ്യാൻ കഴിയാഞ്ഞത്? എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആ ഭൂതത്തെ പുറത്താക്കാൻ കഴിഞ്ഞില്ല? അവിടെ യേശു പറയുന്ന മറുപടിയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അവിടെ എഴുതിയിരിക്കുന്നു, 21 മുതൽ താഴോട്ട് വായിച്ചാല്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എന്തുകൊണ്ട് അസാധ്യമായി? അടുത്ത വാക്യം, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ ആമേൻ. ഒന്നാമത് ചിന്തിക്കേണ്ട കാര്യം, ഈ ശിഷ്യന്മാർക്ക് എന്തുകൊണ്ട് ഈ ഭൂതത്തെ പുറത്താക്കാൻ കഴിഞ്ഞില്ല? അവന് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. അവിടെ കർത്താവ് പറയുന്നു, ഈ വക നീങ്ങിപ്പോകണമെങ്കിൽ, ഇത് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും നിനക്കാവശ്യമാണ് എന്ന് ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞു. ഇതിന്റെ അർത്ഥം വിഷയങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കണമെന്നല്ല, വിഷയങ്ങൾ വരുമ്പോൾ ഉപവസിക്കണമെന്നല്ല, പിന്നെയോ പ്രാർത്ഥനയും ഉപവാസവും നിന്റെ ആഹാരമായിരിക്കണം എന്ന് പറഞ്ഞാൽ, നിന്റെ ശരീരത്തിന് നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു, ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കുന്നു, വൈകിട്ട് ഡിന്നർ കൊടുക്കുന്നു. നിന്റെ അകത്തെ മനുഷ്യന്റെ പുഷ്ടിക്ക് നീ എന്ത് കൊടുക്കുന്നു? ഇവിടെയാണ് ബലം വ്യാപരിക്കുന്നത്, ഇവിടെയാണ് ശക്തി വ്യാപരിക്കുന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക് നിങ്ങളൊന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇവിടെ കടന്നു വന്നിരിക്കുക. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, അകത്തെ മനുഷ്യന് ബലം ലഭിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ ശക്തമായി മാറി അധികാരമുള്ള വാക്കായി മാറുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവർ ഇത് മനസ്സിലാക്കിയെങ്കിലും ഇവർക്കത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ശിഷ്യന്മാരെ നോക്കിക്കോ. അവസാനം യേശു കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തിന് ശേഷം പോലും അവരിൽ ഈ അധികാരമില്ല. അവർക്കിത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. അവർ ഭയപ്പെട്ടിരിക്കുക, അവർ പേടിച്ചിരിക്കുക. യേശുവിനിവിടെ നടക്കുന്നുണ്ട്, കാര്യമെല്ലാം ശരിയാ, പക്ഷേ അവർക്കത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ രീതി മാറി, അവരുടെ സിസ്റ്റം മാറി, അവരുടെ സംസാരം മാറി, അവരുടെ പ്രാർത്ഥന മാറി, അവരുടെ ഉപവാസം മാറി. അവർ ധൈര്യമുള്ളവരായി മാറി. ബോൾഡ്നസ്, ധൈര്യമുള്ളവരായി മാറി. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാതെ ഒരു കാരണവശാലും ബലവാനെ പിടിച്ചു കെട്ടുവാനുള്ള അത്യന്ത ശക്തി നമ്മളിൽ ഉണ്ടാകത്തില്ല. നമ്മൾ ഫെയിൽ ആകുന്നതിന്റെ ഏറ്റവും വലിയ വിഷയകാര്യം എന്നറിയാമോ? ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ശക്തി കൊണ്ട് കെട്ടാൻ ചെല്ലുന്നത് കൊണ്ടാ. നിന്റെ ശരീരത്തിൻ്റെ ശക്തി കൊണ്ട് കൽപ്പിച്ചാൽ അഴിയത്തില്ല. നിന്റെ ശക്തി കൊണ്ടോ നമ്മുടെ ഡിഗ്രി കൊണ്ടോ പറഞ്ഞാൽ ഇത് വിട്ടുപോകത്തില്ല.
അത്യന്ത ശക്തിയാകുന്ന പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നീ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നീങ്ങിപ്പോകും, ഇവിടെ വരാൻ പറഞ്ഞാൽ ഇവിടെ വരും. അത്യന്തമായ ശക്തി നിന്നെ വ്യാപരിക്കുമ്പോൾ അധികാരത്തിന്റെ വാക്ക് പുറത്തു വരും. ഹല്ലേലൂയ. ദൈവമക്കളെ, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമുക്ക് വിതൗട്ട് പരിശുദ്ധാത്മ ഹോളി സ്പിരിറ്റിൽ ഒരു ജയകരമായ ക്രിസ്ത്യ ജീവിതം ചെയ്യാൻ കഴിയില്ല. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചോണം. കരഞ്ഞു പ്രാർത്ഥിച്ചോ. ആത്മാവകത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ തൊടുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഒരു രോഗബന്ധനങ്ങൾക്ക് ബന്ധിക്കാൻ കഴിയത്തില്ല. പൈശാചിക ശക്തികൾ തൊടാൻ കഴിയത്തില്ല. നിങ്ങളുടെ തലമുറ ആത്മാവ് നിറയട്ടെ. നിങ്ങൾ ഓരോരുത്തരും ആത്മാവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തോ. പരിശുദ്ധാത്മാവിന്റെ തീ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ കർത്താവ് വിടുകയാണ്. ഹല്ലേലൂയ. ഈ ബലവാനെ പിടിച്ചു കെട്ടണം. എന്നോട് വ്യക്തമായി പറയുകയാണ്, പല കുടുംബത്തിനകത്തും മോഷണം നടന്നു കഴിഞ്ഞു. തലമുറകളുടെ ബുദ്ധിമണ്ഡലത്തെ പിശാച് കൊണ്ടുപോയി. പല സഹോദരിമാരുടെ ആരോഗ്യത്തെ പിശാച് കവർന്നുകൊണ്ട് പോയിട്ട് അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ കിടക്കുക. നല്ല ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന ചെറിയ ആൾക്കാരുടെ അതിരിപ്പുണ്ട്. അവർക്ക് ഇപ്പോൾ ഇരുന്ന് ജോലി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ അവരുടെ നട്ടെല്ലിന്റെ ആരോഗ്യത്തെ പിശാച് കവർന്നുകൊണ്ട് പോയിട്ടുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നട്ടെല്ലിന്റെ ആരോഗ്യത്തെ പിശാച് കവർന്നുകൊണ്ട് പോയിരിക്കുന്നു. താങ്ക് യു ജീസസ്. തിരിച്ചു പിടിക്കണം. എങ്ങനെ തിരിച്ചു പിടിക്കും? പാസ്റ്റർമാർ ആരെങ്കിലും ഒന്ന് കൈവച്ചാൽ മതിയോ തിരിച്ചു പിടിക്കാൻ? സ്തോത്രം. നിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയതിനെ നീ തിരിച്ചു പിടിക്കണം. നമ്മൾ തിരിച്ചു പിടിക്കണം. എങ്ങനെ തിരിച്ചു പിടിക്കും? തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ പോകുന്ന മാനുഷികമായ സിസ്റ്റം ചേഞ്ച് ആകണം. ഒന്നുകൂടെ പറയാം. തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ പോകുന്ന ഈ മാനുഷ്യ ലെവലുണ്ടല്ലോ, തലവേദന, പനി, വിഷാദം, ഭയം, ഇതെല്ലാം ഉണ്ട്. ആ ഒരു ഫുൾ സിസ്റ്റം ചേഞ്ച് ആക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം തൊട്ട് താഴോട്ട് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 6:10 മുതൽ താഴോട്ട്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തെ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. മതി. ഒടുവിൽ ഫൈനലി കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, 5, 6 അധ്യായം എഫേസ്യ ലേഖനം 4, 5, 6 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ വിടണം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണം. സ്തോത്രം. ഞാൻ നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, ശിഖരം വെട്ടുന്ന പരിപാടി ഇവിടെ ഇപ്പോൾ ഇല്ല. ശിഖരം വെട്ടിക്കഴിഞ്ഞാൽ നാളെ അത് 4 ആട്ട് പൊട്ടിക്കിളർക്കും. മൂടോടെ കരിയണം. ഒന്നുകൂടെ പറയുന്നു, ചില വൃക്ഷങ്ങൾ നിങ്ങളെ എന്ന് പറഞ്ഞാൽ പിശാചിട്ടിരിക്കുന്ന വടവൃക്ഷം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ട് വന്നിരിക്കുക. അത് നിങ്ങളറിയാതെ നിങ്ങൾ വളർന്നു വന്നിരിക്കുക. നിങ്ങൾ പോയി ശിഖരം വെട്ടിക്കുക. ശിഖരം വെട്ടിക്കും തോറും അത് വീണ്ടും പടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് വേരോട് കരിയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട മണ്ഡലങ്ങൾ ക്രമീകരിക്കണം. അവിടെ പലരോടും പറയുന്നുണ്ട്. മക്കളോട് പറയുന്നു, ഭാര്യമാരോട് പറയുന്നു, ഭർത്താക്കന്മാരോട് പറയുന്നു, ദാസന്മാരോട് പറയുന്നു, യജമാനന്മാരോട് പറയുന്നു. ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് പറയുകയാണ്, ഒടുവിൽ എല്ലാം ക്രമീകരിച്ചതിന് ശേഷം കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഇവിടെയാണ് നമുക്ക് പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു മീറ്റിങ്ങിന് പ്രസംഗിച്ച് ലാസ്റ്റ് പ്രാർത്ഥിക്കുന്ന സമയമായപ്പോൾ ഒരു ഫാമിലി എൻ്റെ മുന്നിൽ വന്നു. അവർക്ക് ആവശ്യമുള്ളത് 5 ലക്ഷം രൂപയാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, HDFC ബാങ്കിൽ
ഒരു ലോണിന് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. 5 ലക്ഷം രൂപ നാളെ 24 മണിക്കൂറിൽ പാസ്സാക്കണം. അല്ലെ വലിയ വിഷയമാണ്. പാസ് ഒന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, വേറെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിൽ ചലിക്കുന്നവൻ അവൻ്റെ അകത്തോട്ടൊന്ന് നോക്കും. സ്തോത്രം. ഓക്കെ, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സമർപ്പിച്ച് മുന്നിൽ വന്ന് നിന്നു. 2 പേരുടെ തലേ കൈവച്ചപ്പോൾ 2 പേരും തെറിച്ച് താഴെ പോയി കിടന്ന് ഉരുണ്ടു. പുറത്തിറങ്ങി വന്ന് സംസാരിച്ച പൈശാചിക ആരാന്നറിയാമോ? 5 ലക്ഷം രൂപ ലോൺ പാസ്സാക്കാൻ വേണ്ടി വന്നവനല്ല. ഈ കുടുംബത്തെ രണ്ടാമത് ഈ നാളെ ലോൺ പാസ്സായില്ലെങ്കിൽ ഈ കുടുംബത്തെ സൂയിസൈഡ് ചെയ്യിപ്പിക്കാനുള്ള പൈശാചിക ശക്തി ഇവരുടെ മേൽ വ്യാപരിക്കുക. 70 ലക്ഷം രൂപ ഇവർക്ക് കടമുണ്ട്. ഈ 5 ലക്ഷം രൂപ പലിശ അടയ്ക്കാൻ വേണ്ടി ആ ലോൺ പാസ്സാക്കുന്നത്. വീട് ജപ്തിയായിരിക്കുന്നു. അവർ ഭാര്യയും ഭർത്താവും തീരുമാനിച്ചു, ഈ 5 ലക്ഷം രൂപ നമുക്ക് ലോൺ പാസ്സാകുന്നില്ലെങ്കിൽ അടുത്ത ദിവസം ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിക്കാമെന്ന് തീരുമാനമെടുത്തിട്ട പ്രാർത്ഥിക്കാമെന്ന് നിൽക്കുന്നത്. 5 ലക്ഷം രൂപ പാസ്സാകാൻ പ്രാർത്ഥിച്ചാൽ അത് പാസ്സായി കിട്ടും. പക്ഷേ അവൻ്റെ കടം കൂടും, അവൻ ആത്മഹത്യയിലേക്ക് പോകും. ഇത് പറയാൻ കാര്യം അറിയാമോ? പരിശുദ്ധാത്മാവിൽ ചലിച്ചെങ്കിൽ മാത്രമേ മുന്നിൽ നിൽക്കുന്നതിനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. പനിയായിരിക്കാം വിഷയം. മുന്നിൽ വന്ന് പറയുന്ന രോഗം. ഒരു മോൻ, 15 വയസ്സുള്ള മോൻ വന്നിട്ട് പറഞ്ഞു, അങ്കിളെ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അവന് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണം? മോനെ, കർത്താവേ ഇവൻ ഇന്ന് മുതൽ ഉറക്കം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ അവനെ ഉറക്കം കെടുത്തുന്ന ഒരു ശക്തി അവന് വ്യാപരിച്ചു. അത് പുറത്തു വന്ന് പറയാ, ഇവനെ ഞാൻ ഇല്ലാതാക്കാൻ കയറിയതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഒരു ഉറക്കം പോയാൽ ഇത്ര പ്രശ്നമുണ്ടോ? ഉറക്കം പോയാൽ ഒരു ചെയിൻ പോലെ കാര്യമാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെട്ടാൽ ഡിപ്രഷൻ കയറും, BP ഹൈ ആവും, നിനക്ക് അസുഖം, ഹാർട്ടിന് ഫെയില്, എന്തെല്ലാം പ്രശ്നം. എന്ന് പറഞ്ഞാൽ രാത്രിയിൽ മനുഷ്യൻ കിടന്നും ഉറങ്ങുമ്പോൾ അവൻ്റെ എല്ലാ ഓർഗൻസും റീഫ്രഷ് ആകുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഉറക്കമില്ലാതായ എന്ത് പറ്റും? ഇല്ലാത്ത മുഴുവൻ രോഗവും ആ ഒറ്റ ഉറക്കമില്ലായ്മയെ പിശാചി ഇടും. അപ്പോൾ മുന്നിൽ വരുന്ന തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആത്മമണ്ഡലത്തിൽ നമ്മൾ ചലിക്കണം. എഫേസ്യ ലേഖനം 6:10 കാണുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ അണ്ടറിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റം ചേഞ്ച് ആകും. അതെന്താ സിസ്റ്റം ചേഞ്ച് ആകുന്നത്? എന്ന് പറഞ്ഞാൽ അവിടെ ആയുധം മാറുന്നു. നമുക്ക് ചില ആയുധങ്ങളുണ്ട്. ദൈവം നമ്മുടെ ആയുധം എടുത്തു മാറ്റും. അവിടെ 2 തരത്തിലുള്ള ആയുധമുണ്ട്. ധരിക്കേണ്ട ആയുധം, എടുക്കേണ്ട ആയുധം. 2 ആയുധങ്ങളും ആത്മാവിൻ്റെ ആയുധം ധരിപ്പിക്കും. ഇന്നലെ വരെ എന്നെ ദൂഷിച്ച് പറഞ്ഞ, എനിക്കെതിരെ അപവാദം പറഞ്ഞവനെ തല്ലണം എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഈ ആത്മാവ് അകത്ത് വന്നു കഴിയുമ്പോൾ നിന്റെ ആയുധം മാറും. സ്തോത്രം. 2 എഴുതിയിരിക്കുന്നു, പോരാട്ടം മാറും. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റു മനുഷ്യനെ പോലെ അല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സിസ്റ്റം ദൈവം ചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനാണോ നമ്മൾ ജീവിക്കുന്നത്? അതോ എന്നും വന്ന് പാട്ടുപാടി സ്വോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് പോവുകയാണോ? നിങ്ങൾ ആത്മാവിലാണോ ജീവിക്കുന്നത്? പരിശുദ്ധാത്മാവിലാണോ ജീവിക്കുന്നത്? അങ്ങനാണെങ്കിൽ ലോകത്തിലെ ഒരു ശക്തി നിങ്ങൾ തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. പോരാട്ടം മാറും. ജഡരക്തങ്ങളോടല്ല പോരാട്ടം. അയൽവക്കത്തെ നിങ്ങൾക്കെതിരെ ബാഡ് വേർഡ്സ് ചീത്ത പറയുന്നവനെതിരെ അല്ല നിങ്ങൾ പോരാടുന്നത്. പിന്നെ പോരാട്ടം മാറുക. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ ഈ മാംസവും ബ്ലഡുമുള്ള ഈ സാമിനോടോ ജോയിച്ചാനോടോ മാത്തിച്ചാനോടോ അല്ല പോരാട്ടമുള്ളത്. പിന്നെയോ അവനെ കൊണ്ട് ദുഷ്പ്രവർത്തി ചെയ്യിപ്പിക്കുന്ന, നിനക്കെതിരെ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിശാചിന് നേരെയാണ് നിന്റെ പോരാട്ടമുള്ളത്. നിന്റെ പ്രാർത്ഥനാ മുറി മുട്ടുമടക്കണം. നിനക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടായിരിക്കണം. ഇല്ല, അല്ല പ്രാർത്ഥനാ മുറി ഇല്ല പാസ്റ്റേ, വേണ്ട. ഒരു പായുണ്ടോ പ്രാർത്ഥിക്കാൻ? ആ
പായൽ നീ മുട്ടുമടക്കുന്നവനാണെങ്കിൽ അവിടെ ഇരുന്ന് നീ പ്രാർത്ഥിക്കണം. എനിക്കെതിരെ അപവാദം പറയുന്ന, എനിക്കെതിരെ ഓഫീസിൽ പ്രശ്നമുണ്ടാക്കുന്ന, എൻ്റെ കുഞ്ഞിനെതിരെ പോരാടുന്ന ആ പൈശാചിക ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ബന്ധിക്കപ്പെടും. സ്തോത്രം. ഇതകത്ത് കയറണം. ഇളക്കിയിട്ട് കാര്യമില്ല, ഇളക്കിയിട്ട് കാര്യമില്ല. അകത്ത് കയറുമ്പോൾ അകത്തുനിന്ന് ചിലത് ഇളകി പുറത്തു പോകും. സ്തോത്രം. പോരാട്ടം മാറും. പിന്നെ സർവായുധ വർഗം ധരിക്കണം. ഏതെങ്കിലും ഒരു ആയുധം മാറ്റി വെക്കാൻ പറ്റത്തില്ല. ഇത് വേണം ശരീരത്ത്. പറ്റൂ, എങ്കിലേ പറ്റൂ. യുദ്ധത്തിൽ തോറ്റുപോകും. നമ്മൾ വാർഫെയറിലാണ്, നമ്മളൊരു യുദ്ധത്തിലാണ് ദൈവമക്കളെ, നമ്മൾ യുദ്ധത്തിലാണ്. ഹല്ലേലൂയ. ഈ യുദ്ധത്തിൽ നമ്മൾ പോരാടുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് ലൂസിഫർ മാത്രം ഡയറക്റ്റ് ചെയ്ത് യുദ്ധം ചെയ്യുമെന്നല്ല. ലൂസിഫർ ടോപ്പിലിരിക്കുക. പുള്ളി അവരുടെ കിങ്ഡത്തിന്റെ ടോപ്പിൽ ഇരിക്കും. മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയിൻ നെറ്റ്വർക്ക് ഉണ്ട്. സംശയമുണ്ടോ? കേരളത്തിൽ ഭരിക്കുന്ന പൈശാചിക ശക്തിയല്ല ബാംഗ്ലൂരിൽ ഭരിക്കുന്നത്. ഒരു പാസ്റ്റർ മകൻ ഒരു ജോലി സ്ഥലത്ത്, നല്ല പയ്യൻ, നല്ല കോയർ ലീഡറായ ഒരു പയ്യൻ, സ്റ്റേജിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന പയ്യനാണ്. ഒരു ദേശത്ത് ജോലിക്ക് ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവന് മാരകമായ അസുഖമായി. അവൻ ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് അവൻ അഡ്മിറ്റ് ചെയ്തു. അവന് കുറയുന്നില്ല. ഡോക്ടർമാർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഓർത്തോണം, പിശാചിൻ്റെ ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന സാധനം ഡോക്ടർമാർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിശാചിട്ടിരിക്കുന്ന ബാധയുണ്ടല്ലോ, അവിടെ സ്കാനിങ് മെഷീൻ തെളിഞ്ഞു വരത്തില്ല. ഇവനെ ഡോക്ടർമാർ കുറെ കാശുണ്ടാക്കിയെന്നല്ലാതെ അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. തലമുടി വലിച്ചു പറിക്കുന്നു. നെഞ്ചത്ത് വേദന, തലയ്ക്ക് വേദന, സഹിക്കാൻ വയ്യാത്ത വേദന. ഞാൻ ഇവൻ്റെ വൈഫൂടെ അവിടെ ചെന്നു. അവനോട് കുറെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, മോനെ സമർപ്പിക്കുക, കർത്താവ് നിന്നെ വിടുവിക്കാൻ പോകുന്നു പറഞ്ഞു. കൈവച്ചു. ഓൺ ദ സ്പോട്ടിൽ അവനിൽ വ്യാപരിച്ച പൈശാചിക ഇളകി. 2 സ്ത്രീകൾ, ദുരാത്മാക്കളായ 2 സ്ത്രീകൾ. ഞാൻ ചോദിച്ചു, എന്താ കാര്യം ഇവിടെ? ഞങ്ങൾ ഇടുക്കിയെ ഭരിക്കുന്ന പൈശാചിക ശക്തിയാണ്. ഞാൻ പറഞ്ഞു, ഇടുക്കിയെ ഭരിക്കുന്ന പൈശാചിക ശക്തി കോട്ടയംകാരന്റെ ചെറുക്കനെ നിനക്കെന്താ കാര്യം? ഇവൻ കോട്ടയത്തുള്ളവൻ, ഇടുക്കിയെ ഭരിക്കുന്ന പൈശാചിക ശക്തിക്ക് ഇവിടെ എന്താ കാര്യം? ഇവന്റെ അപ്പൻ ഇടുക്കി വന്നു. ഞങ്ങളുടെ പൂണിയിൽ നിന്ന് 14 പേരെയും കൊണ്ടുപോയി. അന്ന് ഞങ്ങൾ നോട്ടമിട്ടു, ഇവന്റെ കുടുംബത്തെ തകർക്കണം. ഞാൻ ചോദിച്ചു, കുടുംബത്തെ എന്താ തകർക്കാഞ്ഞേ? അതെ, അവന്റെ വീട്ടിലോട്ട് ഞങ്ങൾക്ക് അടുക്കാൻ പറ്റുന്നില്ല, അവിടെ തീ കത്തുന്നു. അവിടെ കരിയില കൂട്ടിയിട്ട് കത്തിക്കുവാണോ? അല്ല, പ്രാർത്ഥനയുടെ തീ കത്തുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ നീ അറിയാതെ നിന്റെ വീടിന് ചുറ്റും തീ കത്തിക്കൊണ്ടിരിക്കുക. നിനക്കറിയാമോ? നീ പ്രാർത്ഥിക്കുമ്പോൾ, ഓ താങ്ക് യു ജീസസ്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തലമുറയ്ക്ക് ചുറ്റും തീ കത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, വിട്ടുപോകണം. നിങ്ങൾ വിട്ടുപോകാം. ഓരോ ഉടമ്പടി. എന്തുടമ്പടിയാ വേണ്ടേ? ഇവന്റെ അപ്പൻ ഇനി ഇടുക്കി കാല് കുത്താൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ ദാസനല്ല, നിന്നോട് ഉടമ്പടി ചെയ്യാൻ. സ്വർഗത്തിലും ഭൂമിക്കും സകലത്തിന്റെ ഉടയവനായ യേശു ക്രിസ്തുവിന്റെ ദാസനാ. ഗെറ്റ് ഔട്ട്. യേശുവിന്റെ നാമത്തിൽ പുറത്തു വന്ന് പറഞ്ഞപ്പോൾ ഓൺ ദ സ്പോട്ടിൽ സകല രോഗവും പോയി. അവനിപ്പോ സുവിശേഷ വേലക്കാരനാ. പ്രൈസ് ഗോഡ്. നിന്റെ തലമുറ കെട്ടിയിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ നീ തലയെ കൈവച്ച് പറ, എന്റെ തലമുറ യേശുവിന്റെ, തൊടാൻ നിനക്ക് അധികാരമില്ലെന്ന് പറ. Oh, the mighty name of Jesus, the power of God is moving. എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയാണെന്നറിയാമോ? ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. സിസ്റ്റം ചേഞ്ച് ആകണം. നിന്റെ നാവിലൊരു അധികാരമുണ്ട്. ഏതാണ്ട് മുന്നേ ഇരിക്കുന്നുണ്ട്, തലയിൽ 5 മുഴയാണ്. വേണേ പിടിച്ചു നോക്കിക്കോണം പോകുമ്പോൾ. എൻ്റെ വൈഫിൻ്റെ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ ദുബായ് പട്ടണത്തിൽ ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുന്ന സമയത്ത് 2.5 വർഷം ബ്ലാക്ക് ലിസ്റ്റിലായിരുന്നു. ആ സമയത്ത് ഇടിവെട്ടിവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ എൻ്റെ ഭാര്യയുടെ തലയിൽ 5 മുഴ. പറയാൻ ഒത്തിരി ഉണ്ട്, ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പോവാ. സ്തോത്രം, ഹല്ലേലൂയ. അവസാനം ഡോക്ടർമാരൊക്കെ കൊണ്ട് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പോയില്ല.
ഞങ്ങൾ ദൈവസ്ഥനെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ മുറിയകത്ത് അടച്ചകത്ത് കയറി. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് തുണയാൻ നൽകുന്നത് എൻ്റെ ഭാര്യയുടെ തലയിൽ എന്താ? സ്തോത്രം. 5 മുഴ. കർത്താവിനോട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞില്ല. നെവർ മൈൻഡ്, കാര്യമാക്കണ്ട. നെവർ മൈൻഡ്, കാര്യമാക്കണ്ട. എന്ത് കാര്യമാക്കേണ്ടത്? തലയിലെ മുഴ കാര്യമാക്കേണ്ടത്. ദൈവമക്കളെ, ബൈബിൾ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ വായിച്ചോണം. അഭിഷിക്തന്മാർ സിംഹത്തിന്റെ വായടച്ചത്, തീയുടെ കിളത്തെ കെടുത്തിയത്, അണല് കടിച്ചത്, ഹല്ലേലൂയ, കപ്പൽ ഛേദത്തിന് അകപ്പെട്ടപ്പോൾ അവർ ഇതൊന്നും കാര്യമാക്കാഞ്ഞത് കൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് സിംഹത്തിന്റെ വായടച്ചു. 7 മടങ്ങ് വർദ്ധിച്ചിട്ടും ആ തീയുടെ ബലത്തെ കണ്ട് പേടിച്ചില്ല, അവർ കാര്യമാക്കിയില്ല. താങ്ക് യു ജീസസ്. അതിന്റെ ബലത്തെ കർത്താവ് കെടുത്തി കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ പറയണം, എൻ്റെ മേൽ യേശുവിന് മാത്രം അധികാരം. എൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, ഡോക്ടർമാരൊക്കെ കണ്ടു, ഞാൻ പറയുന്നില്ല, ഡോക്ടർമാരൊക്കെ പറഞ്ഞ ഭയങ്കര പേടിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു, നീ പ്രഖ്യാപിക്കണം. എന്ത് പ്രഖ്യാപിക്കണം? വിശ്വസിക്കുന്നത് പ്രഖ്യാപിക്കണം. എന്താ വിശ്വസിക്കുന്നത്? പെട്ടിയിലാകുന്നതാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഡോക്ടർമാർ പറയുന്നതാണ് വിശ്വസിച്ചത്. നോ നോ, നീ എന്ത് വിശ്വസിക്കണം? ദൈവം എനിക്ക് നിശ്ചയിച്ച ആയുസ് വരെ ഞാൻ ജീവിക്കും. ദൈവം എനിക്ക് നിശ്ചയിച്ച ആയുസ് വരെ ഞാൻ ജീവിക്കും എന്ന് മനസ്സിൽ വെച്ചോണ്ടിരുന്നാ പോരാ. മനസ്സിൽ വെച്ചോണ്ടിരുന്നാ പോരാ. നീ പ്രഖ്യാപിക്കേ, നീ പറ. അത് മൂവ് ആവും, അത് പൊട്ടിപ്പോകും. ഇപ്പൊ തന്നെ പൊട്ടുക കേട്ടോ. ഇപ്പൊ തന്നെ അഴിഞ്ഞു മാറുക യേശുവിന്റെ നാമത്തിൽ. ഇപ്പൊ തന്നെ അഴിഞ്ഞു മാറുക. പ്രഖ്യാപിക്ക, പറ, എന്റെ മേൽ യേശുവിന് മാത്രം അധികാരം. 35-ാമത്തെ വയസ്സിൽ പെട്ടിയിലാക്കാൻ പിശാച് ശ്രമിച്ചു. എന്നാൽ ദൈവം നിശ്ചയിച്ച ആയുസ് വരെ ഞാൻ ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തലയിൽ വന്ന ട്യൂമർ 5 മുഴ. തലയോട്ടി ഓപ്പൺ ചെയ്ത് പുറത്തെടുക്കേണ്ട ട്യൂമറിനെ ദൈവം കരിച്ചു കളഞ്ഞു. തലയ്ക്കകത്തെ ട്യൂമർ കരിഞ്ഞു പോയി. പുറത്തുള്ള 5 മുഴ മാത്രമേ ഉള്ളൂ. തപ്പി നോക്കിയിട്ടേ വിടാവൂ. പ്രഖ്യാപിക്കണം. നീ വിശ്വാസത്തെ പ്രഖ്യാപിച്ച് എത്ര മാരകമായ പ്രശ്നമായിക്കോട്ടെ, അത് മൂവ് ആവും. അത് മൂവ് ആവും. ദയവായി എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുകയാണ്. ജനത്തെ തൊടാൻ പോകുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ തളർന്നിരിക്കുകയാണോ? നിങ്ങൾ തകർന്നിരിക്കുകയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു രാത്രി പോലും ചുവന്നേരം ഉറങ്ങാൻ കഴിയുന്നില്ല. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല കർത്താവ്, എന്നോട് എൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ചില ആൾക്കാർ പറയുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു, ഞങ്ങൾക്ക് പറ്റാത്ത അവസ്ഥയിലപ്പാ എന്ന് പറയുന്നു. ചില വ്യക്തികൾ ജീവിതങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാ പറയുകയാണ്, ഈ ഹല്ലേലൂയ ഇന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതിന് മുഴുവൻ യേശുവിന്റെ നാമത്തിൽ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോകുക. വിടുതൽ വേണ്ടവരെ മുന്നോട്ട് ഓടി വരാ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, the mighty name of Jesus, the power of God is moving. ഇതിനെ എല്ലാവരുടെ മേലെ കൈവെക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ തന്നെ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചോ. നിങ്ങൾ തന്നെ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചോ. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുക. നിങ്ങൾ വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഡിപ്രഷൻ അഴിയുകയാണ്. പൈശാചി മണ്ണങ്ങൾ